ആധുനിക ഉപകരണങ്ങളൊക്കെ ഇന്ന് എത്തിച്ചിട്ടുണ്ട് എന്നാണ് കേട്ടത്. പോലീസ് ഡിപ്പാർട്ട്മെന്റ് പിന്നെ മറ്റ് രണ്ട് ഉദ്യോഗസ്ഥരെ പോലീസ് തന്നെ, മറ്റുള്ളവർ അങ്ങോട്ട് അയക്കൂല. മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് 4 പേര് പോയി. അതുണ്ട്. ഇത് പോലീസ് അതാത് സമയത്ത് ഇൻഫർമേഷൻ മുഖ്യമന്ത്രിക്ക് കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണം എന്നുള്ള നിലക്കുള്ള അവരെയാണ് അങ്ങനെ നിശ്ചയിച്ചിട്ടുള്ളത്. ശരി. അല്ല, അത് മറ്റ് ആധുനിക ഉപകരണങ്ങളൊക്കെ ഇന്ന് എത്തിച്ചിട്ടുണ്ട് എന്നാണ് കേട്ടത്. അപ്പോൾ റാഡാറും മെറ്റൽ ഡിറ്റക്ടറും തുടങ്ങിയവയാണല്ലോ. അപ്പോൾ റാഡാറുകൾ ഇന്നലെ രാത്രി തന്നെ കുറച്ചധികം എത്തിച്ചിട്ടുണ്ട്. മെറ്റൽ ഡിറ്റക്ടർ ഇന്ന് എത്തിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഓരോന്ന് ചെയ്യുമ്പോൾ നമുക്ക് ഓരോന്ന് തോന്നാണല്ലോ, അത് ചെയ്താൽ അങ്ങനെ അത് ചെയ്താലെന്ന് തോന്നുമ്പോൾ അതിനുള്ള ഉപകരണങ്ങൾ എന്താണോ അത് എത്തിക്കുക എന്നുള്ളൊരു മെക്കാനിസം ഇവിടെ ഇപ്പോൾ നടക്കുന്നുണ്ട് എന്നാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള വിവരം. കുടുംബങ്ങൾക്ക് സ്വാഭാവികമായിട്ടും കുടുംബത്തിന് അവരുടെ ആഗ്രഹം എന്താ എത്രയും പെട്ടെന്ന് കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പോൾ ആ സ്ഥലത്തിൻ്റെ സവിശേഷത മനസ്സിലാക്കാതെ നമുക്ക് ഇന്ന റെസ്ക്യൂ ഓപ്പറേഷനാണ് അവിടെ വേണ്ടതെന്ന് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നതിൽ, കാരണം അവരതിനൊരു ടീമുണ്ട്. ആ ടീമിൽ ആലോചിച്ച് എന്ത് തരം പ്രവർത്തനമാണ് നടത്തുന്നത് അവരാണ് തീരുമാനിക്കുന്നത്. ആ പ്ലാൻ ചെയ്തത് അവർ ഓപ്പറേഷനിലൂടെ പൂർത്തിയാക്കുക എന്ന നടപടിയാണല്ലോ സാധാരണ ചെയ്യാറ്. ആ നടപടികൾ അവർ ചെയ്യുന്നുണ്ട്. 17 രാവിലെ തന്നെ കുടുംബം അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ടെന്നാണ് കുടുംബം പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഇത് കഴിയട്ടെ. ഞാൻ വീണ്ടും നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നത്, നമ്മളിപ്പോൾ അതിലേക്കല്ല പോകേണ്ടത്. അതിലേക്ക് പോകാൻ ഈ ശ്രമത്തിൻ്റെ പൂർണ്ണ വിവരം അറിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ അതിലേക്ക് പോകേണ്ടതുള്ളൂ എന്നാണ് എൻ്റെ അഭിപ്രായം. തീർച്ചയായിട്ടും പ്രതീക്ഷയില്ലെങ്കിൽ നമ്മളിതൊക്കെ ചെയ്യാം. പ്രതീക്ഷയുണ്ട്. എനിക്ക് തോന്നുന്നു പിന്നെ കാരണം ആ ലോറിയുടെ ആ കിടപ്പും അതിനകത്ത് സജ്ജീകരണങ്ങളും GPS-ൻ്റെ പ്രവർത്തനവും മുമ്പൊരിക്കൽ നിങ്ങളൊക്കെ GPS-നെ എതിർത്തതാണ്. ഞാൻ മന്ത്രിയായപ്പോൾ GPS എങ്ങനെയെങ്കിലും നടപ്പാക്കണം എന്ന് പറഞ്ഞപ്പോൾ എന്നെ എതിർത്തതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു മനസ്സാവ് ഉണ്ടാകണം. GPS ഉള്ളതിൻ്റെ ഒരു ഗുണമാണത്. ഇപ്പം പിന്നെ എല്ലാ വാഹനങ്ങളിലും GPS ഘടിപ്പിച്ച വാഹനം തന്നെയാണ് വരുന്നത്. അന്ന് ലോറി ഉടമസ്ഥന്മാർ, ബസ് ഉടമസ്ഥന്മാർ എല്ലാവരും തന്നെ വലിയ ശക്തിയായിട്ട് വിയോജിച്ച കാര്യം ഞാനിപ്പോൾ സന്ദർഭത്തിന് ഓർത്തു പോയെന്നുള്ളൂ. അതും ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമല്ലേ.